അസ്സലാമു അലൈക്കും. നമസ്കാരം. നൗഫൽ കൊണ്ടോട്ടിയാണ്. അപ്പം ഇന്ന് ഞാനുള്ളതേ കനിവ് സ്നേഹതീരം വൃദ്ധസദനത്തിലാണ്. ഇതെവിടെ സ്ഥലം നിങ്ങൾക്കറിയോ? കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കാപ്പാടില്ലേ? അപ്പോൾ നമ്മുടെ കാപ്പാട് ബീച്ചിലേക്കൊക്കെ നമ്മൾ വരലില്ലേ? ആ വരുന്ന സമയത്ത് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് ഓടിയാൽ നമ്മുടെ വൃദ്ധസദനം എത്തും. അപ്പോൾ ഇനി ഇതുവഴി വരുന്നവരൊക്കെ നമ്മുടെ ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ പ്രത്യേകിച്ച് കുട്ടികളെയും കൂട്ടിയിട്ട് വരണം. നമ്മുടെ അച്ഛനമ്മമാരെ കാണണം. ഒരു 100-100ഓളം അച്ഛനമ്മമാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സന്തോഷത്തിൽ അവരെയും കൂടെ ചേർത്ത് നിർത്തണം. ബാക്കി വിവരങ്ങൾ ഞാൻ ഉള്ളിലെത്തിയിട്ട് കാണിച്ചു തരാം. ബാക്കിലൊരു ബോർഡ് കണ്ടില്ലേ? അതായത് ഇവിടെ വരുന്നവരോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. ഇവിടെ താമസിക്കണ നമ്മുടെ അച്ഛനമ്മമാരോട് പോലെ പഴയ വീട്ടിലെ കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്നും, അതുപോലെ പഴയ വസ്ത്രങ്ങളല്ല ഇവർക്ക് നൽകേണ്ടത് എന്നും, നമ്മളെ ബാക്കി വരുന്ന ഭക്ഷണമല്ല ഇവർക്ക് നൽകേണ്ടത് എന്നും, ഇതുപോലെ എന്താ പറയുക, അതായത് ഒന്നും പഴയത് സ്വീകരിക്കാനുള്ളവരല്ല ഇവർ, നമ്മളെക്കാളും അർഹതപ്പെട്ടവരാണ്. അപ്പം ഇത്തരം സ്ഥാപനങ്ങളെല്ലാവരും കാണുന്നുണ്ട്. ബാക്കി വരുന്ന ഭക്ഷണം കൊണ്ടു കൊടുക്കുക, പഴയ ഡ്രസ്സ് കൊണ്ടു കൊടുക്കുക, ആ പ്രവണതയൊക്കെ മാറ്റിയിട്ട് പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുക. അതുപോലെ നല്ല ഭക്ഷണം ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. അല്ലാതെ കല്യാണത്തിനും സൽക്കാരത്തിനും ബാക്കിയാവുമ്പം വൃദ്ധസദനം അന്വേഷിച്ച് നടക്കണവരോടാട്ടെ പറയുന്നത്. അങ്ങനെ നടക്കാണ്ട് എന്ത് ചെയ്യുക, കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്താൽ തന്നെ ഇവിടെ എത്ര ആളുണ്ടോ അത്രയും ആൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ അന്നത്തെ ദിവസം തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് അതുപോലെ താമസിക്കുന്ന ബിൽഡിങ് കേട്ടോ. ഇവിടെ ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. നല്ലൊരു അടിപൊളി അന്തരീക്ഷമാണ്. നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് അപ്പോൾ ഒരാൾ നമ്മളൊരു അച്ഛന് ഒളു കൊടുക്കുകയാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഉപ്പ എല്ലാം പറയട്ടോ. അപ്പം ഇത് ഒരു വനിതകൾക്ക് മാത്രമുള്ളൊരു ബിൽഡിംഗ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ മേൽനോട്ട് നയിക്കണം നമ്മുടെ ബഷീർക്ക്, നമ്മുടെ സുഹൃത്താണ്. ബഷീർക്ക് പറഞ്ഞുതരും എത്ര ആളുണ്ടെന്നോ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതെന്നോ എല്ലാം ബഷീർക്ക് പറഞ്ഞുതരും. പ്രിയമുള്ളവരെ, നൗഫൽ കൊണ്ടോട്ടി നമ്മുടെ സ്നേഹത്തിൻ്റെ നേരത്തെയുള്ളൊരു അഭ്യുദയകാംക്ഷയാണ്. അദ്ദേഹം പലപ്പോഴായി സ്നേഹതീരം സന്ദർശിക്കുകയും സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലരിലേക്കും സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹത്തിൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷയാണ്. എപ്പോഴും നമ്മൾ ഈ സന്തോഷം പങ്കിടാറുണ്ട്. ഇന്നിപ്പോൾ സ്നേഹതീരത്ത് 10-40ഓളം ഇൻമേറ്റ്സുകൾ നമ്മൾ പൊതുവെ അവരെ വിശേഷിപ്പിക്കാറുള്ള സ്നേഹതീരം താമസക്കാർ, അതിഥികൾ എന്നുള്ള നിലക്കാണ്. ഇപ്പം 11 വർഷത്തിലേക്ക് പിന്നിടുകയാണ് സ്നേഹതീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ. വനിതകളുടെ സ്ഥാപനം നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞിട്ട് 4 വർഷം പിന്നിട്ടു. ഇപ്പം വനിതകളിൽ ആണ് കുറച്ചും കൂടിയും ആളുകളെ നമുക്ക് പ്രവേശനം നൽകാനുള്ള ഇപ്പോൾ ഒഴിവുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അർഹതപ്പെട്ടവരെ കണ്ടാൽ അറിയിച്ചാൽ ഞങ്ങൾ പോയിട്ടെടുക്കും. അതായത് പലപ്പോഴായിട്ട് ഇവിടെ അപേക്ഷകൾ വരാറാണ്. പല സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, അങ്ങനെ പല വ്യക്തികൾ, ചില ആളുകളൊക്കെ നമ്മൾ പത്രധാര നമ്മളെടുത്ത് വരുന്ന വിവരങ്ങൾ, സാമൂഹ്യ വകുപ്പ്, പോലീസ് സ്റ്റേഷനിൽ ജാതി മതം നോക്കണ്ടോ, നമുക്ക് എല്ലാവരും ഒരുപോലെ വർണ്ണ ജാതി ഭേദമില്ലാതെയാണ് സ്നേഹം. 40ഓളം ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പോൾ 40 ആളുകൾ അതിഥികളായിട്ട്, പിന്നെ ജീവനക്കാരായിട്ട് 10-14 ആളുകൾ പറയുന്നുണ്ട്. അപ്പം സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കാപ്പാട് ബീച്ചിന്റെ തൊട്ടടുത്താണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് ബീച്ചിൽ വരുന്ന സമയത്ത് ഒന്ന് ഇവിടെയും കൂടെ വന്നിട്ട് വരും കൂടെ ഒന്ന്. തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. തൊട്ടടുത്ത് തന്നെ സ്നേഹതീരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന മറ്റൊരു കേന്ദ്രം കൂടിയാണ്. കാരണം നമുക്ക് ദൈവത്തോട് നല്ലതാണ്. തീർച്ചയായിട്ടും കുടുംബത്തോടു കൂടി ഇവിടെ വരിക. പലപ്പോഴായി പലരും ഇവിടെ വന്ന് അങ്ങനെ ഇവിടുത്തെ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ തന്നെ വലിയൊരു പാഠമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ കുടുംബക്കാരും മറ്റൊക്കെ ആയിട്ട് പലപ്പോഴും സ്നേഹത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, സന്തോഷം. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പിന്തുണയും പ്രാർത്ഥനയും സഹകരണം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. തുടർന്നും നിങ്ങളെല്ലാവരുടെ സഹകരണവും എല്ലാം വേണം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ സ്നേഹതീരത്തെ എങ്ങനെയെങ്കിലും ഒന്നായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധപ്പെടണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഞങ്ങൾ. നിലവിൽ ഇവിടെ ഉള്ള ആൾക്കാരെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഓക്കെ, ഇവർ വേണമെങ്കിൽ ജസ്റ്റ് അവർ മുഖം കാണാത്ത രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് അവർ ബാക്ക് സൈഡ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന രീതിയിലൊന്ന് കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് നമ്മളെക്കാളും മാനാഭിമാനമുള്ളവരല്ലേ. അപ്പോൾ അത്ര കണ്ട് പബ്ലിക് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.